കർമ്മയുടെ ആദ്യ എപ്പിസോഡ് തുടങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ് അവസാന എപ്പിസോഡും കിക്ക് ഓഫ് ചെയ്യുന്നത്. കാറിൽ നിന്ന് പെട്രോൾ ഊറ്റിയെടുത്ത് കന്നാസിലാക്കി ആ കെട്ടിടത്തിലേക്ക് കയറി വരുന്ന കോക്നാമിനെ കാണുന്ന ബന്ധനത്തിലുള്ള ജോയൽ എന്തോ ചെയ്യാൻ ഒരുങ്ങിയുള്ള വരവാണെന്ന് മനസ്സിലാക്കി വെറുതെ വിടാനും ക്യാഷ് തരാമെന്നും പറയുന്നെങ്കിലും അവരൊന്നും ചെവി കൊള്ളുന്നില്ല. അവിടെ പല സ്ഥലങ്ങളിലായി പെട്രോൾ ഒഴിച്ച് താഴത്തെ നിലയിൽ മരിച്ചു കിടപ്പുള്ള ജാങ്കോയ്ക്കടുത്തേക്കും ഒഴിച്ച് മൊത്തത്തിൽ കത്തിക്കുവാണ്. ഒടുവിലായി ഇനി നീ എന്നിലൂടെ ജീവിക്കുമെന്ന് പറഞ്ഞ് ജോയലിനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു. ഇനി ജോയലിന്റെ ഐഡന്റിറ്റിയിൽ തൽക്കാലത്തേക്ക് പോലീസിനെ പിടികൊടുക്കാതെ നിൽക്കാമെന്നാണ് ഉദ്ദേശമെങ്കിലും അവിടെ വെച്ചൊരു സംഭവം നടക്കുന്നു. താഴത്തെ നിലയിൽ കത്തിപ്പിടിച്ച തീ അവിടെയുള്ള ഗ്യാസ് സിലിണ്ടറിലേക്കും കത്തിപ്പിടിച്ചൊരു പൊട്ടിത്തെറി. നമ്മൾ കണ്ട ആ സ്ഫോടനം, അതിന്റെ ആഘാതത്തിൽ വീഴുന്ന കോക്കിന്റെ മേത്തേക്ക് കുറെ കഴുക്കോലും പട്ടിയിലും വീണ് എണീക്കാൻ പാടുവിട്ടിരിക്കെ അതിലേക്കും മുകളിൽ നിന്ന് തടി കഷ്ണങ്ങൾ കത്തി വീണ് പിറകെ ഒരു വലിയ തൂണും മേത്തേക്ക്. അങ്ങനെയാണ് പ്ലാനിലില്ലാതിരുന്ന പണി കിട്ടി ഇപ്പോൾ യവൻ ഈ കോലത്തിലായിരിക്കുന്നത്. ഇപ്പോൾ കോക്ക് ടാക്സി പിടിച്ചെത്തുന്നത് ജോയലിന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. റൂം കാർഡ് വഴി അവൻ്റെ മുറിയിലേക്ക് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മറ്റൊരു കാര്യം കൂടി നടന്നിരുന്നു. ഡിസ്ചാർജായി ഇറങ്ങുന്ന കോക്കിനെയും പിറകെ ഓടിയ ലിജിയെയും ഡ്യൂട്ടിക്ക് എത്തുന്ന അവളുടെ ഫിയാൻസെ റോബിൻ കാണാനിടയായിരുന്നു. ഉറങ്ങാൻ കഴിയാത്ത രാത്രികളെക്കുറിച്ചും വേദനയെക്കുറിച്ചും പറഞ്ഞ് തിരികെ വരുന്ന ലിജിയെ കാത്തുനിന്നതും ഇതെല്ലാം കേട്ട റോബിനായിരുന്നു. എന്താ കാര്യമെന്നറിയാൻ ഒരു കോഫി മേടിച്ച് ലിജിയുമായി ഒഴിഞ്ഞവരിടത്തേക്ക് പോയെങ്കിലും അവളുടെ പക്കൽ റോബിനോടൊരു ചോദ്യമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും വെറുപ്പ് തോന്നിയ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മരണം കണ്ട് സന്തോഷിക്കത്തക്ക വെറുപ്പ് തോന്നിയ ആരെങ്കിലും? വലുതായൊന്നും വിട്ടു പറയാതെ അവിടെ ആ സമയം പോയപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കോക്ക് ജോയലിന്റെ മുറി കണ്ടുപിടിച്ച് എത്തിക്കേറിയിരിക്കുകയാണ്. ഒരു വൃത്തിയുമില്ലാണ്ട് ഇട്ടിരിക്കുന്ന ഒരു മുറി. ശരീരത്തിൽ വേദന നിൽക്കുന്നതുകൊണ്ട് തന്നെ കോക്ക് ഇടയ്ക്കിടയ്ക്ക് മോർഫിൻ എടുത്ത് കഴിക്കുന്നുണ്ട്. വീട്ടിലെത്തി വേദന സംഹാരിയും കഴിച്ച് റൂം നമ്പറും ഫോൺ നമ്പറും ഒക്കെ കാണാപ്പാടം പഠിച്ച് നല്ല സുഖകരമായ ഉറക്കം പാസ്സാക്കുമ്പോൾ അവനെ കൊല്ലാൻ തീരുമാനമെടുത്തിരിക്കുന്ന ലിജി ആശുപത്രിയിലെ റെസ്ട്രിക്റ്റഡ് നാർക്കോട്ടിക് സ്റ്റോറേജിൽ നിന്നും ഫെന്റനിൽ എടുക്കുകയാണ്. മോർഫിനേക്കാൾ 10 മടങ്ങ് ശേഷിയുള്ള ഹെവി ഡോസ്. മരണം മുന്നിൽ കണ്ട് കിടക്കുന്നവർക്ക് മാത്രം പൊതുവെ കൊടുക്കാറുള്ള ഡ്രഗ്. അതിൻ്റെ ഒരു കുപ്പി എടുത്തിട്ട് അവിടെ വെച്ച് തന്നെ ആ ഡിറ്റക്റ്റീവിനെ വിളിക്കുവാണ്. അയാൾക്ക് 30 ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഫോൺ എടുത്ത് അയാളും അന്തിച്ച് തിരക്കുന്നു. ഇത്രയും പൈസ ഇപ്പോൾ ഇട്ട് എന്താണെന്നും ചെറിയ പണി വല്ലതും ആണെങ്കിൽ പൈസ ഒന്നും ഇല്ലാതെ ചെയ്തു തരാമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലിജി പറയുന്നത് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഇത്രയുമാണ്, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. ഫോൺ കോളിൻ്റെ രൂപത്തിലൊരു ഹാപ്പി ന്യൂസാണ് കോക്കിനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇൻഷുറൻസ് ക്ലെയിം ആയിട്ടുണ്ട്. ഡേഡി മരിച്ചതിൻ്റെ. കോക്കിൻ്റെ സന്തോഷം കൊണ്ട് തരിച്ച് കയറിയിട്ട് പാടില്ല. അടക്കി നിർത്തി അച്ഛൻ്റെ കാര്യത്തിൽ വിഷമിച്ചെന്ന പോലെ അക്കൗണ്ട് നമ്പർ വല്ലതും വേണമെന്ന് തരട്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഡേഡി മകൻ അറിയാതെ എഴുതിയൊരു വിൽപത്രമുണ്ട്. അതിൽ പറയുന്ന പടി ഈ തുക ചെന്നെത്തുന്നത് അദ്ദേഹം പോയിക്കൊണ്ടിരുന്ന ചർച്ചിൻ്റെ പേർക്കാണ്. അതാണ് ബെനിഫിഷ്യറി നെയിമാക്കി വെച്ചിട്ടുള്ളത്. അവസ്ഥ മനസ്സിലായെന്നും പള്ളിക്കാരുമായി പോയെന്നും സംസാരിച്ച് എന്തെങ്കിലും ഒരു ടേംസിന് ശ്രമിക്കുമെന്നും പറഞ്ഞ് ഫോൺ കോളിൽ അന്ത്യമാവുമ്പോൾ കോക്കിന് വന്നിരിക്കുന്ന അടുത്തൊരു കുരു കാരണം ചർച്ചിലേക്ക് അപ്പോൾ തന്നെ ഇറങ്ങി വെച്ച് പിടിക്കുന്ന അവനെ പെട്ടെന്ന് ആക്സിഡന്റിൽ ഒരാളിടിച്ച് കോഫി സ്പിൽ ചെയ്തേ തുടർന്ന് കുറെ സോറി പറഞ്ഞ് തുടച്ചു കൊടുത്ത് വിടുന്നതിന് പിറകെ വീറോടെ നിൽക്കുന്ന കോക്കിനെ വിളിച്ചിട്ട് സാർ ഇത് മറന്നു എന്ന് പറഞ്ഞ് ഗുളിക വെച്ച് നേടുന്നത് മറ്റാരുമല്ല, ആ ഡിറ്റക്റ്റീവാണ്. ആ അബദ്ധം വഴി മോർഫിൻ എടുത്തു മാറ്റി ഹെവി ഡോസ് ഡ്രഗ് അതിന്റെ സ്ഥാനത്ത് കൊടുത്തു. ലിജിയുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്ത അവളുടെ ജീവിതം അറിയുന്ന ഉജ്ജ്വലൻ. അങ്ങനെ ബസ്സും ടാക്സിയും ഒക്കെ പിടിച്ച് രാത്രിയോടെ ചർച്ചിലേക്ക് വന്ന് കയറുന്ന കോക്ക് അവിടെ ആരെയും കാണാത്തത് മൂലം എല്ലാവരും എവിടെ പോയിരിക്കുക, വന്നില്ലെങ്കിൽ എല്ലാം ഞാൻ അടിച്ച് പൊട്ടിക്കുമെന്ന് അങ്ങനെ ബഹളം വെച്ച് നിൽക്കെ ഒരു സിസ്റ്റർ അവിടേക്ക് എത്തുന്നു. ഡേഡിയുടെ പൈസ ചോദിക്കുന്ന വഴി ആളെ മനസ്സിലാക്കി അച്ഛൻ മരിക്കുന്ന അന്നും നിന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചാണ് വിഷമിച്ചതെന്നും ഒക്കെ പറഞ്ഞു നിൽക്കുന്നതിലും അവനിപ്പോൾ പൈസ കിട്ടണം. പറ്റില്ല, അത് ഈ കത്രീഡലിൻ്റെ ആശുപത്രിയിലെ രോഗികൾക്ക് വേണ്ടി ഉള്ളതാണെന്നും പറഞ്ഞ് ഡേഡി മുമ്പ് എപ്പോഴും റെക്കോർഡ് ചെയ്ത ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കുന്നു. അതിൽ പറയുന്നതോ മകൻ വഴിവഴിച്ച് പോയതെ പറ്റിയും അവനിവിടെ നിന്ന് ബഹളം വെച്ചാലും പൈസ കൊടുക്കരുതെന്നൊക്കെ. ഇതെല്ലാം കേട്ട് കോക്ക് അവിടെ നിന്ന് അച്ഛനും മകനും വെറും നാറികളാണെന്ന് പറയുമ്പോൾ കന്യാസ്ത്രീ ഒരു നോട്ടവും. കത്തീഡ്രലിൽ ഇപ്പോൾ ഒരാളിരിക്കുന്നു, ലിജി. കോക്ക് കണ്ടപാടെ നീ എന്നെ പിന്തുടരുവാണോ എന്ന് ചോദിച്ച് വിളച്ചിലെടുക്കരുതെന്ന് പറഞ്ഞ് ചാടി വരട്ടി അവശനായി ഡപ്പ തുറന്ന് പെട്ടെന്ന് കുറച്ച് ഗുളി കഴിച്ച് വീണ്ടും ഞാൻ വരുമെന്ന് മദറിനോട് പറഞ്ഞിറങ്ങുന്നു. ഇവനെ പിന്തുടർന്ന ലിജി അവിടെ എത്തിയപ്പോൾ അവളെ പിന്തുടർന്ന വേറൊരാളും അവിടെ എത്തിയിട്ടുണ്ട്. കോക്കിൻ്റെ രംഗമെടുത്താൽ ഒരു നിമിത്തം പോലെ അവൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നെത്തുന്നത് ആ തെരുവീതിയിൽ. അന്ന് ഡേഡിയെ വണ്ടി ഇടിച്ചു വന്ന അതേ ആലി. എല്ലാം കിളവൻ്റെ പ്രാക്കായിരിക്കുമെന്ന് പൊള്ളലും തൊട്ട് നിൽക്കെ പിറകിലതാ വീണ്ടും ലിജി. അവരനായതൊരു തെറ്റായിപ്പോയെന്ന് എന്തായാലും ഇപ്പോൾ അവന് തോന്നുന്നുണ്ടാവും. എൻ്റെ പൊന്നു പെണ്ണുപിള്ള ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് മരുന്നിൻ്റെ എഫക്റ്റിൽ തലകറയെന്ന് പറയുന്നെങ്കിലും നിനക്കൊരു മാറ്റവുമില്ല. ആ പഴയ സ്വഭാവം തന്നെയാണെന്ന് ലിജിയും. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഞാൻ ജോയിലല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവൾ വിശ്വസിക്കുന്നില്ല. അവശനായി ഓരോരത്ത് കിടക്കുന്ന അവനെ കൊല്ലാനായി ലിജി കരുതിയിരുന്ന സർജിക്കൽ നൈഫ് എടുക്കുന്നതും ഒരു വിളി. റോബിൻ അവളെ പിന്തുടർന്നെത്തി ഇപ്പോൾ വേണ്ടെന്ന് പറയുന്നെങ്കിലും കുലുങ്ങാത്ത അവളൊടുവിൽ നിന്നു പോകുന്നത് റോബിൻ എല്ലാ കാര്യവും അറിഞ്ഞെന്ന് അറിയുമ്പോൾ. ലിജിയുടെ പെട്ടെന്നുള്ള മാറ്റത്തിൽ ജോയിലുമായി എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നിയതിനെ തുടർന്ന് അവൻ്റെ ഹോസ്പിറ്റൽ റെക്കോർഡ്സിൻ്റെ സഹായത്തോടെ ഒരു സുഹൃത്തിൽ നിന്നും അറിഞ്ഞു കൗമാരത്തിൽ നേരിടേണ്ടി വന്ന ക്രൂരതയെക്കുറിച്ച്. അതിൽ വളരെ ദുഃഖമുണ്ടെന്ന് നിൽക്കുന്ന റോബിൻ പറയുന്നത് നിന്നെപ്പോലെ തന്നെ എനിക്കും ഇവനെ വകവരുത്തണമെന്ന് തോന്നുന്നുണ്ട്. എന്നാൽ നീ ഇത്രയും ശക്തമായി ഇവിടെ ഇപ്പോൾ നിൽക്കുന്നില്ലേ? ഇവനെ കൊന്നുകളയാനുള്ളതല്ല നമ്മുടെ ജീവിതം, നമുക്ക് പോകാം. ലിജിക്ക് ദേഷ്യവും നഷ്ടബോധവും കലർന്ന വ്യാകുലതയിൽ കത്തി താഴെയിടുമ്പോൾ കോക്കിൻ്റെ ഒരു ടോക്ക്. എന്ത് നല്ല ജീവിതമാണ് നിങ്ങളുടെ. കയ്യിൽ നിന്ന് പോയി ലിജി ഓടി വന്നവനെ അടിച്ചടിച്ച് ദേഷ്യം തീർക്കുന്നു.
നിന്നെ ഒരിക്കലും മറക്കില്ലെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചിരുവരും പോകുമ്പോൾ റോബിന് ഫോൺ കോൾ. എന്താ, അത്യാവശ്യം വേണം? ഇപ്പോൾ വരാൻ പറ്റില്ലെന്നൊക്കെ കട്ട് ചെയ്യുമ്പോൾ ആരെന്ന് തീർക്കുന്ന ലിജിയോട് മുമ്പ് പറഞ്ഞ ആ ശല്യം അമ്മാവനില്ലേ, അയാളെന്ന് റീപ്ലൈ ചെയ്യും. കോക്ക് കുറച്ചു കഴിഞ്ഞ് അടികൊണ്ട് മുറിഞ്ഞ ചുണ്ടുമായി പൊടിയും തട്ടി എണീച്ച് ഗുളികയുടെ എഫക്റ്റ് മൂലം നിന്ന് കുറേ ഛർദ്ദിച്ച് തിരികെ പോകുമ്പോൾ ബിൽഡിംഗ് ബ്ലാസ്റ്റിൻ്റെ അന്വേഷണം നടത്തിയിരുന്ന ഇൻവെസ്റ്റിഗേറ്റർക്ക് ചില സംശയങ്ങൾ. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മൊഴിയെടുത്തപ്പോൾ അവൻ പറഞ്ഞത് ചെയറിൽ കെട്ടിയിട്ടിരിക്കുന്ന നിലയിലായിരുന്നു എന്നാണ്. എന്നാൽ കിട്ടിയത് അവശനായി ഒരിടത്ത് കിടന്ന അവസ്ഥയിലും. ചെയറിലിരുന്ന് മരിച്ച ബോഡി വേറെ കണ്ടെത്തിയിട്ടുമുണ്ട്. എന്തോ വശപിശക് തോന്നി DNA അപ്ഡേറ്റ് ചോദിക്കുമ്പോഴോ കത്തിക്കരിഞ്ഞ അവസ്ഥയായതുകൊണ്ട് എന്തായാലും 3-4 ആഴ്ചയോളം പിടിക്കും കിട്ടാൻ. രാത്രി തന്നെ കോക്കിനെ കാണാൻ ഇറങ്ങുമ്പോൾ അവന് നേരം തീരെ അവശനായി വിറച്ച് ഒരു വിധത്തിൽ റൂമിലെത്തി വീണ്ടും ഗുളിക കയ്യിലെടുക്കുമ്പോൾ എന്തോ സംശയം. നേരെ ചെന്ന് മരുന്ന് കവർ ചെയ്യുന്ന വേറെ ഡപ്പത്തിൽ നോക്കുമ്പോഴോ 2 ഗുളികളും തമ്മിൽ നേരിയ നിറവ്യത്യാസം. പോകാൻ നേരം ഉണ്ടായ ആക്സിഡന്റിനെ കുറിച്ച് ഓർത്ത് എല്ലാം ലിജിയുടെ കളിയാണെന്ന് പിടികിട്ടി എരിഞ്ഞു കയറി മോർഫിൻ കഴിച്ചു നിൽക്കെ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഫോൺ കോൾ കൂടി. ചോദ്യം ചെയ്യലിനായി ഒന്ന് ഓഫീസിലേക്ക് വരാൻ പറയുന്നത് കേട്ട് ഇന്നിപ്പോൾ രാത്രിയായില്ലേ, നാളെ വരാമെന്ന് ഫോൺ കട്ട് ചെയ്ത് പണി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവിടുന്ന് കിട്ടിയതും പെറുക്കി സ്ഥലം വിടാൻ ഒരുങ്ങുമ്പോൾ ഇൻവെസ്റ്റിഗേറ്റീവ്സിന് അവനിപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയാണ്. ജോയലിൻ്റെ പാസ്പോർട്ടും കുറേ തുണിമണിയുമൊക്കെ എടുത്ത് പരതി നിൽക്കെ അവിടെ കാണുന്ന ഒരു ഹൈസ്കൂൾ മാഗസിൻ ലിജിയുടെ ചിത്രമുള്ള കവർ പിക്കൽ കണ്ണുടക്കി നിൽക്കെ കോക്നാമിന് ചില കാര്യങ്ങൾ ഓർമ്മ വരുവാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മാഗസിൻ്റെ കവർ പിക്കൽ താനില്ലാതെ പോയ വിഷമത്തിലും ദേഷ്യത്തിലും ഇരുന്ന സേറയ്ക്കടുത്തേക്ക് അന്നെത്തി അവളുടെ ഉള്ളിൽ അന്ന് ആ ഗ്യാങ് റേപ്പിനുള്ള വിത്തിട്ടതേ ഈ കോക്കായിരുന്നു. ഇപ്പോൾ ഇത് ജോയലിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതും തൻ്റെ ഡോക്ടർ പിറകെ ഇങ്ങനെ നടക്കുന്നതിൻ്റെ എല്ലാം കാരണം എന്തിനായിരുന്നു എന്ന തിരിച്ചറിവിൽ പെട്ടു എന്നുള്ള ചിരിയിരിച്ചങ്ങനെ ഇരിക്കുവാണ്. ഉദ്യോഗസ്ഥരെത്തി വാതിലടിച്ച് തുറന്ന് കയറുമ്പോഴേക്കും അവൻ അവിടെ വിട്ടിരുന്നു. അവരവിടെ കിടന്ന മരുന്ന് ഡപ്പയിലെ DNA സാമ്പിളും മുമ്പ് ബിൽഡിങ്ങിലെടുത്ത് കിടന്ന ജോയലിൻ്റെ വാടകക്കാറിലെ സ്റ്റിയറിംഗിലെയും DNA സാമ്പിൾസ് എടുത്ത് പരിശോധിച്ച് നോക്കാൻ പ്ലാൻ ഇടുമ്പോൾ കോക്ക് നടന്ന് ബസ് സ്റ്റാൻഡിൽ വന്നിങ്ങനെ ഇരിക്കെ കാണാം ഫോണിൽ ഒരു അലാറം. എത്തിക്കഴിഞ്ഞു ആ ദിവസം എന്നുള്ള നോട്ടിഫിക്കേഷൻ. കാണുന്ന കോക്ക് ഇതെന്താ ഇത്, പുല്ലിൻ്റെ ബർത്ത്ഡേ വല്ലതുമാണോ എന്ന് കരുതി ഓഫ് ചെയ്യുമ്പോൾ അവനുണ്ടോ അറിയുന്നു ഇതിന് വരാനുള്ള 18ൻ്റെ പണിയാണെന്ന്. അധികം വൈകാതെ തന്നെ ജോയൽ വാടക കൊടുക്കാനുള്ള അയാളുടെ ഗുണ്ടകൾ വന്ന് തട്ടിക്കൊണ്ട് പോവുകയാണ്. ശല്യമ്മൻ്റെ കോൾ കണ്ട് എന്നാൽ താൻ പൊയ്ക്കോന്ന് പറഞ്ഞു വിട്ട റോബിനെ വീട്ടിലെത്തി ലിജി വിളിച്ച് എത്തിയും തിരക്കുമ്പോൾ അവൻ റോഡിലിരിക്കുവാണ്, ഇനിയും വന്നിട്ടില്ലെന്ന് പറഞ്ഞ്. അവളുടെ മനസ്സ് തുറക്കുന്നത് ഈ സമയം തന്നെ. ഒരു രാത്രി പോലും നേരെ ചെവി ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിൽ അവനെ 100 തവണ കുത്തിയിട്ടുണ്ട് കഴുത്തിൽ. എന്നിട്ടൊന്നും സമാധാനമുണ്ടായില്ല. സമാധാനമുണ്ടാവുന്ന ആ ഒരു സന്ദർഭമാണ് ഇന്ന് ഞാൻ പാഴാക്കിയെന്ന് പരിഹരിക്കുന്ന ലിജിയോട് റോബിൻ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ക്ഷമ ചോദിക്കുന്നതിലും സാരമില്ല, അതെൻ്റെ തീരുമാനം തന്നെ ആയിരുന്നില്ലേ എന്നങ്ങനെ ഇരുവരും സംസാരിച്ച് തീർക്കെ കാർ എത്തുകയായി. റോബിൻ അതിൽ കയറി പോകുമ്പോൾ ലിജി ആ സർജിക്കൽ നൈഫ് തിരികെ ബോക്സിലേക്ക് വെച്ച് അടയ്ക്കുന്നതിലൂടെ അവളുടെ ഉദ്ദേശവും ക്ലോസ് ആയിരിക്കുന്നതായി സിംബോളൈസ് ചെയ്യുന്നു. റോബിൻ അങ്ങനെ എത്തുന്നത് ഒരു രഹസ്യ താവളത്തിലേക്കാണ്. അവിടെ അവനെ കാത്തിരിക്കുന്ന അമ്മാവൻ മറ്റാരുമല്ല, ജോയലിൻ്റെ കോണ്ടാക്റ്റിലെ നായിൻ്റുമോൻ. അവൻ പൈസ കൊടുക്കാനുള്ള അയാൾ. എന്തൊരു ട്വിസ്റ്റ്! ഇയാളുടെ ഇരകളുടെ എല്ലാം അവയവങ്ങൾ എടുത്തു മാറ്റുന്ന ഡോക്ടർ ഈ റോബിനായിരുന്നു ഇത്രയും നാൾ, ഇന്ന് വരെ. കാരണം ഇയാൾ ഇതോടെ നിർത്തുവാണെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തുപറ്റി, ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തതെന്ന് അവർ ചോദിച്ചാലല്ല. റോബിന് അവൻ്റെ സ്റ്റുഡൻറ് ലോണിൻ്റെ അടവ് ഉൾപ്പെടെ കല്യാണ ചെലവിന് വരെ നല്ല പണം ആവശ്യമായിരുന്നതുകൊണ്ടാണ് ഈ പരിപാടിക്ക് മുതിർന്നത്. ഇനിയിപ്പോൾ അതിനുള്ളതായിട്ടുണ്ട്. ഫെയർവെൽ ഗിഫ്റ്റായി ഡെപ്റ്റർ നൽകുന്ന കവറും വാങ്ങി സെറ്റായി ചെല്ലുമ്പോൾ ശരീരത്തിൽ പൊള്ളിയ പാടുകളൊക്കെ കാണുന്ന റോബിൻ എന്തോ ഡൗട്ട്. അവൻ മുഖം മൂടി ഊരി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയിൽ പുച്ഛത്തോടെ പറയുകയാണ്, കണ്ടോ ജോയൽ, നീ അവസാനം എവിടെ എത്തിയിരിക്കുന്നുവെന്ന്. മാസ്ക് ഊരുന്ന റോബിനെ കണ്ട് കോക്ക്, ഞാനല്ല, ഞാൻ ജോയലല്ല ഡോക്ടർ, കോക്നാമെന്നാണ് എൻ്റെ പേര്, എന്നെ വെറുതെ വിട് എന്നൊക്കെ കരഞ്ഞു പറയുന്നതിലും നോ വേ. നീ എന്ന ഗുരുതരാവസ്ഥയിൽ കിടന്നപ്പോൾ പോലും വ്യക്തമായി പറഞ്ഞ പേരെന്താണ്? ജോയൽ. നിന്നെപ്പോലുള്ളവർ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പാടില്ലെന്ന് നിൽക്കെ എൻ്റെ അപ്പോഴത്തെ അവസ്ഥ അതായിരുന്നു എന്ന് പറഞ്ഞ് കോക്ക് വയലൻ്റ് ആവുന്നതും അവനോടായി റോബിൻ്റെ അവസാന വാക്കുകൂടി. പൊതുവെ അനശേഷി നൽകിയാണിത് ചെയ്യാറ്, എന്നാൽ ഇന്നങ്ങനെ ചെയ്യുന്നില്ല. അതിപ്പോൾ നിൻ്റെ മുഖം കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ്. ഇങ്ങനൊരു സൈഡ് പണിയെടുത്തത് എന്തുകൊണ്ട് നന്നായെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതും പറഞ്ഞു കിടന്ന് നിലവിളിക്കുന്ന കോക്കിൻ്റെ നെഞ്ചിലേക്ക് നെടുകെ കീറി മുറിക്കുന്ന റോബിനും അവൻ്റെ സാറ്റിസ്ഫാക്ഷനും. ക്വാർട്ടേഴ്സിലെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന ലിജി അവിടെ കാണുന്നത് റോബിനെയാണ്. ഉറക്കം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് തിരക്കുമ്പോൾ ഇന്നെന്തായാലും മനസ്സമാധാനമായി ഉറങ്ങിയെന്നവളും. ലിജിയിൽ നല്ല റിലീഫ് ഉണ്ടായിരിക്കുന്നത് അവരുടെ മുഖത്തിൽ നിന്ന് തന്നെ വ്യക്തം. ഇനിയിപ്പോൾ തിരികെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണമെന്നും പറഞ്ഞ് നടക്കവേ അവൻ പറയുവാണ്, ഇനി അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളാണ്. ഡ്യൂട്ടിക്ക് കയറുന്ന ലിജി ഹോസ്പിറ്റലിൽ വെച്ച് വീണ്ടും ഡിറ്റക്റ്റീവിനെ കാണുമ്പോൾ അയാൾ എത്തിയിട്ടുള്ളത് ലിജിയുടെ കേസിനെ കുറിച്ചുള്ള ചെറിയൊരു അപ്ഡേറ്റുമായാണ്. എന്നാൽ ലിജി ആകട്ടെ ഇനി എനിക്കൊന്നും അറിയേണ്ടെന്നും ചെയ്തതിനെല്ലാം വളരെ നന്ദിയെന്നും പറഞ്ഞ് നല്ലൊരു ഫെയർവെല്ലിൽ പോകുന്നു. ആ ന്യൂസ് എന്നത് ജോയൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു എന്നാണ് കരുതിയതെങ്കിൽ തെറ്റി. അത് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വ്യക്തി ജോയൽ അല്ല എന്ന DNA റിപ്പോർട്ടാണ്. മരുന്ന് കുപ്പിയിൽ നിന്ന് ലഭിച്ച സാമ്പിളും അന്ന് ജോയലിൻ്റെ വാടകക്കാരിൽ നിന്ന് കിട്ടിയ സാമ്പിളും രണ്ടാണെന്നുള്ള DNA റിപ്പോർട്ട്. അതെന്തായാലും ഒരു തരത്തിൽ ലിജി അറിയാൻ നന്നായി. ഫെയർവെല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് റോബിന് ഡെപ്റ്ററിൽ നിന്നും കിട്ടിയ ഫെയർവെൽ ഗിഫ്റ്റ്. അത് ജോയൽ മോഷ്ടിച്ച് കോഗ്നാമിൻ്റെ കയ്യിൽ നിന്നും എത്തിയിരിക്കുന്ന റോളക്സ് വാച്ച്. എന്താ അല്ലേ, ഇരുണ്ട ജീവിതത്തിൽ നിന്നും മനോഹരമായൊരു തുടർച്ചയിലേക്ക് നടന്ന ലിജിയും. കർമ്മ ഇസ് എ ബൂമറാങ്.
എന്ന വാക്കുകളെ മനോഹരമായി കണക്ട് ചെയ്ത ഒരു സീരീസ്. തുടക്കത്തിൽ വ്യത്യസ്തരെ പോലെ കണ്ട എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണക്റ്റഡ് ആണെന്ന് റിവീലായിക്കൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കുന്നതിൽ ഒരു രസം തോന്നി അല്ലേ? സീരീസിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് 6-ൽ 5 പേരും അവർ ചെയ്ത അനീതിയുടെ ഫലം മൂലം മരിച്ചപ്പോൾ ഒടുവിൽ ജീവിതത്തിൽ വെളിച്ചം വീഴുന്ന ലിജിയും. അപ്പോൾ ഈ സെലക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. മറ്റൊരു കിടിലൻ ഐറ്റവുമായി അപ്പോൾ വീണ്ടും കാത്തിരുന്ന് കാണാം.